പേര് ചിപ്പി. ഞാൻ ലോ കോളേജിലെ സ്റ്റുഡൻ്റാണ്. ഇവൻ്റെ പേര് ചോക്കോ. ഇവൻ ഡോബർമാനാണ്. ഇപ്പോൾ ഇവന് 3 വയസ്സായി. ഇവനെ എടുക്കുമ്പോൾ ഇവന് 25 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല ചെറുത്. ഇവിടെ കരമന ഒരു കെനലിൽ നിന്നാണ് എടുത്തത്. ഇപ്പോൾ ഇത് അമേരിക്കൻ ഡോബർമാനാണ്. 3 വയസ്സായി. രാവിലെ ഡോഗ് ഫുഡാണ് കൊടുക്കാറ്. ഉച്ചയ്ക്ക് റൈസ്, ചിക്കൻ അല്ലെങ്കിൽ ബീഫ്, പിന്നെ വൈകിട്ടും ഡോഗ് ഫുഡ്. അങ്ങനെയാണ് പോരെ. ചിക്കൻ ഇഷ്ടമാണ്. മീനും മീൻ അങ്ങനെ ഇപ്പോൾ അടുപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ കഴിക്കില്ല. പക്ഷേ ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കന്, ബീഫ് അതൊക്കെയാണ് മീനിനെക്കാട്ടും ഇഷ്ടം അതിനോട്. പിന്നെ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ രാവിലെ ചിലപ്പോൾ 2 മുട്ട അങ്ങനെ ഡോഗ് ഫുഡ് 2 ദിവസം കൊടുക്കും. അങ്ങനെയൊക്കെ പ്ലേഫുള്ളാണ്, നല്ല ആക്റ്റീവാണ്. ഗാർഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് ഇവനെ വാങ്ങിച്ചത് തന്നെ. പിന്നെ ഇയറൊന്നും ക്രോപ്പൊന്നും ചെയ്തിട്ടില്ല. ഇവനെ കിട്ടിയപ്പോൾ വാല് ഡോക്ക് ചെയ്ത് തന്നെയാണ് കിട്ടിയത്. പിന്നെ ഷോയ്ക്കൊന്നും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഗാർഡ് ഡോഗ് എന്നുള്ളത് ആ ഒരു ഇതറിയാം. ഇവനെ ഗാർഡിങ് പർപ്പസാണ്. അപ്പോൾ അതുകൊണ്ട് അതിനു വേണ്ടി ചൂസ് ചെയ്തതാണ്. അപ്പം അവനത് ഇഷ്ടമാവില്ല വേറെ വെളിയിൽ നിന്ന്. അതിപ്പോൾ ആൾക്കാരൊന്നും തന്നെയല്ല, വേറെ പൂച്ചയോ പട്ടിയോ ആരാണെങ്കിൽ തന്നെ അവന് അത് ഭയങ്കര അവൻ്റെ കണ്ണൂട്ടത്തിൽ കാണുന്ന ആ ഒരു സ്ഥലത്ത് അവൻ്റെ ആൾക്കാർ മാത്രമേ പാടുള്ളൂ എന്നാണ്. ഇപ്പോൾ ഇതിൽ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും കണ്ടാലും ഇവന് പ്രശ്നമാണ്. അപ്പോൾ അവൻ കാണുന്നിടത്ത് അവൻ്റെ ആൾക്കാർ മാത്രം എന്നുള്ള രീതി. പിന്നെ ഈ ഉറക്കം അതൊക്കെ ഭയങ്കര കുറവാണ്. എപ്പോഴും അലേർട്ടാണ്. നടത്തിക്കാനൊക്കെ ആയിട്ട് കൊണ്ടുപോകും. പിന്നെ ഇവിടെ തന്നെ അവൻ ഒരിടത്ത് ഇരിക്കുന്നില്ല, ഓടുക ചാടുക അതിവൻ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈവനിങ് ആയിട്ട് ചിലപ്പോൾ നടത്തിക്കാനൊക്കെ കൊണ്ടുപോകും. അങ്ങനെ ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന അതല്ല. ഇവനെ കൊണ്ടുവരുന്നത് ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ഇവന് നമ്മുടെ അടുത്തൊക്കെ നമ്മൾ പറയുന്ന കേൾക്കുമെങ്കിലും ഒരു ഇതിൽ അവൻ അടങ്ങിയിരിക്കണമെങ്കിൽ ചേട്ടൻ പറയണം. ഇരിക്കാൻ പറഞ്ഞാൽ അവ ഇരിക്കാൻ. ഞങ്ങളുടെ അടുത്ത് പിന്നെ ഒരിതിലിരിക്കും. അറ്റാച്ച്മെൻറ്റ് ചേട്ടനോടാണ്. അവന് അധികം അടുപ്പിക്കില്ല. പിന്നെ ഒരുവിധം ഒരു 2-3 ദിവസമൊക്കെ ഒരാൾ ആ ഒരു കുഞ്ഞിനെ തന്നെ കാണുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇവൻ അങ്ങനെ കടിക്കണം അങ്ങനെയല്ല, പ്ലേഫുള്ളാണ്. അപ്പോൾ ഇവൻ പക്ഷേ ഈ ചാടി കയറുമ്പോൾ ആ ഒരു പിന്നെ കുഞ്ഞുങ്ങളുടെ സൗണ്ട് ഒന്നും അധികം പറ്റത്തില്ല. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആരെങ്കിലും ആണെങ്കിൽ കുഴപ്പമില്ല. 1 മണിക്കൂറത്തേക്കാണെങ്കിലും ഒരിതിൽ നമ്മൾ ഇട്ടിട്ട് പോയാൽ അവന് ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഒരു ഇതും ഇട്ടിട്ട് പോയാൽ നമ്മൾ എവിടെയെങ്കിലും പോകുന്നെങ്കിലും ഇവൻ്റെ അടുത്തും പറഞ്ഞിട്ടാണ് പോകേണ്ടത്. നമ്മൾ പോയിട്ട് നമ്മൾ വരും എന്നുള്ളത്. വരുമ്പോൾ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കണക്കുള്ള സ്നേഹമാണ് അവന്. ഇപ്പം അനിയത്തി വന്നപ്പോഴും അതുപോലെയായിരുന്നു. അങ്ങനെ ഭയങ്കര അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂസ് ഉള്ള ഇതാണ്. ഒറ്റയ്ക്ക് ആയി പോവും എന്നുള്ളൊരിത്. കുറച്ച് നേരത്തിൽ കൂടുതൽ നമ്മളെ കണ്ടില്ലെങ്കിൽ പിന്നെ ഒരു വെപ്രാളമാണ്. വരുമ്പോൾ അതിൻ്റെ വിഷമവും പരാതിയും ഒക്കെയാണ്. അത് രാവിലെ എണീറ്റ ഉടനെ റൂമിലേക്ക് വരും, ചേട്ടൻ്റെ അടുത്ത് കിടക്കണം. അല്ലെങ്കിൽ പിന്നെ അവന് കട്ടിലിൽ കയറുക, അവിടെ ഉള്ളവരെ ഞങ്ങളാണെങ്കിൽ അടുത്താരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെയും തള്ളി മാറ്റി അവന് ചേട്ടൻ്റെ അടുത്ത് കിടക്കണം. ദിവസം മുഴുവൻ അവന് നമ്മുടെ അടുത്താണെങ്കിലും അവന് കുഴപ്പമൊന്നുമില്ല നമ്മളെ കാണുമ്പോഴൊക്കെ. പക്ഷെ അവന് ചേട്ടനെ കാണുമ്പോൾ ഒരു എൻ്റെ ആളാണ് എന്നുള്ളൊരിതിൽ ആ ഒരു ഇത്. അപ്പോൾ രാവിലെ എണീക്കുക, ചേട്ടൻ്റെ അടുത്ത് പോവുക, ഇരിക്കുക. പിന്നെ കുറച്ച് നേരം ചേട്ടനായിട്ട് തന്നെ കളിച്ച് എടുത്ത് ഒക്കെ വന്നിട്ടാണ് പിന്നെ അവൻ്റെ കാര്യങ്ങളോട്ടൊക്കെ. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി കളിച്ച്. പിന്നെ ഇവന് നമ്മുടെ ഇവിടുത്തെ ഒക്കെ വണ്ടികളുടെ സൗണ്ട് അറിയാം. നമ്മുടെ വണ്ടിയും വേറെ വണ്ടികളും അവന് തിരിച്ച്. ഇപ്പോൾ നമ്മുടെ സ്കൂട്ടറാണെങ്കിൽ തന്നെ അവിടുത്തെ റോഡ് കയറുമ്പോഴേ ഇവിടെ എണീറ്റ് നിൽക്കും. അവനറിയാം വണ്ടി വരുന്നുണ്ടെന്ന്. നമ്മളിവിടെ അറിയുന്നതിന് മുന്നേ ഇവൻ കുറച്ച് ബഹളം വെക്കും, ഗേറ്റ് തുറക്കുക എന്നുള്ള രീതിയിൽ. നമുക്കിതിന് മുന്നേയും ഡോബർമാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മരിച്ചുപോയി. പിന്നെ അതിനുശേഷം നമുക്ക് പോമറേനിയനാണ് ഉണ്ടായിരുന്നത്. അപ്പം അവൻ ഇച്ചിരി ഏജ്ഡ് ആയിട്ടാണ് അവനും പോയത്. അവനുമായിട്ട് ഇവൻ നല്ല കൂട്ടായിരുന്നു. ഇവ സാധാരണ അങ്ങനെ വേറെ ഇതായിട്ടൊന്നും കൂട്ടാവുന്നല്ല. പക്ഷെ അവനുമായിട്ട് നല്ല അറ്റാച്ച്മെൻ്റ് ആയിരുന്നു. അവന് പോയപ്പോൾ ഇവന് ഒറ്റയ്ക്കായി എന്നുള്ളത്. പിന്നീടാണ് നമ്മൾ പൂച്ചയ്ക്ക് ഈ പൂച്ചയായിട്ടൊക്കെ ഇവൻ നല്ല കണക്ഷനാണ്. ഇവൻ കൊണ്ടുവരുമ്പോൾ ഇവൻ കുറച്ച് ഒരു നമ്മുടെ കയ്യിലിരിക്കുന്ന അവൻ്റെ കൊക്കോ ബീനിൻ്റെ അത്ര കഴിക്കകത്ത് നിൽക്കാനേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ആ ചോക്ലേറ്റിൻ്റെ ഇത് വെച്ചിട്ട് തന്നെ ഇവന് ചോക്കോ എന്ന് വേറിട്ടത്. നല്ല ഹാപ്പി. നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഒരു ദിവസം മാറി നിൽക്കുമ്പോഴാണെങ്കിലും ഇവൻ എന്താണ് ചെയ്യുക എന്നുള്ളൊരു ഇതിൽ നമ്മളിപ്പോൾ ഇടയ്ക്ക് കുറച്ച് ദിവസം
കുറച്ച് ദിവസം നമ്മൾ അവിടെ മാറി നിന്നായിരുന്നു. അപ്പോൾ ഇവനെ നമ്മളൊരു ഹോസ്റ്റലിലാക്കിയിട്ടാണ് പോയത്. പക്ഷേ ഒരു 10 ദിവസം ആയിട്ടുണ്ടാവും അവനെ ഹോസ്റ്റലിൽ നിർത്തി. നമുക്കും വിഷമമായിരുന്നു. തിരിച്ച് വന്നപ്പം അവനും അപ്പോൾ ആ ഒരു അത്ര അറ്റാച്ച്ഡാണ്. കാരണം ഇവന് എന്ന് പറഞ്ഞാൽ ആകെ ഇത്ര ഉള്ളപ്പോൾ കൊണ്ടുവന്ന നമ്മൾ ഇവനൊരു ഒരു 6-7 മാസം ഇവൻ തറയിലൊന്നും അങ്ങനെ നമ്മൾ എടുത്തുകൊണ്ടാണ് ഇവന് നടന്നതും കൊണ്ട് നടന്ന ആഹാരം കൊടുത്ത് ഇത്രയും വലുതാക്കി എത്തുക. അപ്പോൾ ഇവനൊരു ഡോഗ് എന്നുള്ള ഒരു ഇതിൽ ഇവ ഇപ്പോഴും നമ്മളെടുത്ത് നമ്മുടെ കയ്യിൽ കയറി ഇരിക്കും. ആ ഒരു ഇതാണ്. അപ്പം അങ്ങനെ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ എടുത്തുകൊണ്ട് നടന്നാൽ അത് ശരിയാവത്തില്ല അങ്ങനെയാണ്. പക്ഷേ എന്താ അവനും അതുകൊണ്ടായിരിക്കാം നമ്മുടെ അടുത്ത് ആ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇത് ഓറിയോ പേർഷ്യൻ ക്യാറ്റാണ്. ഇവന് അത്ര ചെറുതായിട്ടൊന്നുമില്ല. ഇവന് 1 വയസ്സ് 1.5 വയസ്സുള്ളപ്പോഴാണ് കണ്ണൂരിൽ നിന്നാണ് ഇവനെ കൊണ്ടുവരുന്നതൊക്കെ. പിന്നെ ഇത് അങ്ങനെ സാധാരണ കുറച്ച് പേർഷ്യൻ ക്യാറ്റൊക്കെ ആണെങ്കിലും ഇച്ചിരി ആക്റ്റീവും കാര്യങ്ങളും. പക്ഷെ ഇവൻ ഭയങ്കര മടി പിടിച്ച ഒരാളാണ്. ഇങ്ങനെ ഇരിക്കും. ആഹാരം കഴിക്കുക ഇവനും കൂടുതൽ അറ്റാച്ച്ഡ് ചേട്ടൻ്റെ അടുത്താണ്. നമ്മുടെ കയ്യിലൊക്കെ ഇവിടെ ഉള്ള പെറ്റ്സ് എന്താണെങ്കിലും ചേട്ടൻ്റെ അടുത്താണ് കൂടുതൽ അറ്റാച്ച്ഡ്. നമ്മൾ ആദ്യം വിചാരിച്ചത് അവൻ എന്തെങ്കിലും ചെയ്യൂന്നൊക്കെയാണ്. പക്ഷെ അവന് ഇവനെ ഇഷ്ടമാണ്, അവനെ ഇഷ്ടമാണ്. പക്ഷെ അവൻ കളിക്ക് അവൻ്റെ ആ ഒരു ആരോഗ്യം ഇതിന് താങ്ങത്തില്ല. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാന്തവും പിച്ചമൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ കാണുമ്പോൾ ഇവർക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ദേഷ്യവും കാര്യങ്ങളാണ്. പക്ഷെ ഇവർ 2 പേര് മാത്രമേ ഉള്ളൂവെങ്കിൽ 2 പേരും നല്ല രീതിക്ക് പോവും. ഓറിയോ ക്യാറ്റ് ഫുഡ് മാത്രമേ കഴിക്കുകയുള്ളൂ. ചോറ് മീനും കഴിക്കില്ല. നമ്മുടെ സാധാരണ മീൻ കൊടുത്താലും കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കറി വെച്ചാലും പൊരിച്ചാണെങ്കിലും പാടാണ്. ഇവൻ്റേതായിട്ടുള്ള ഫുഡ് ഇവന് കഴിക്കാൻ പറ്റുള്ളൂ. അത് ഫുഡ് തീരുമ്പോൾ ഇവിടെ ചെറിയൊരു വിഷമമാണ്. അത് ഇനി വാങ്ങിച്ച് കൊടുക്കുന്നത് വരെ വേറെ എന്ത് കൊടുത്താലും കഴിക്കൂല. പിന്നെ ഇപ്പോൾ പെറ്റ്സിൻ്റെ ബിസിനസ്സാണ് നമുക്കും. ക്യാറ്റ്, ഡോഗ് എല്ലാ ബ്രീഡും ക്യാറ്റ്സിനാണെങ്കിലും ഡോഗിനാണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും എല്ലാം ഉണ്ട്. ഇവിടെ ഒരു കേജ് പോലെ നമ്മൾ ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഡോഗിനെ കൊണ്ടുവന്നിട്ടാണെങ്കിലും സെയിലാക്കാനായിട്ട് ഇവിടെ തന്നെ കൊണ്ടുവരുന്ന ചെറിയ 2 കേജ് ഉണ്ട് നമുക്ക്. അപ്പോൾ കൊണ്ടുവന്ന് അതിൽ നമ്മൾ വെച്ചിട്ട് നമ്മൾ സെയിലാക്കാറാണ് പതിവ്. പിന്നെ കെനൽ കൂടുതൽ ഉള്ളത് ബാലരാമപുരത്താണ്. നെയ്യാറ്റിൻകരയിലും 2 കെനൽ നമ്മുടേതായിട്ടുള്ളത്.